ഇന്ന് നമുക്ക് ക്ലച്ച് മാറാൻ വന്നൊരു എർട്ടിഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ് എവിടെയോ നേരത്തെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബ്രേക്ക് പാഡ് ഇടുമ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അതിനകത്തൊരു ഇങ്ങനെ ഒരു ലോക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. ഇന്ന് ക്ലച്ച് മാറാനായിട്ട് വന്നൊരു എർട്ടിഗാണ്. വലിവില്ലാഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. വലിവ് കുറവായിരുന്നു വണ്ടിക്ക് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതുണ്ട്. ബ്രേക്ക് പാഡ് ഇടേണ്ട പൊസിഷൻ ഇങ്ങനെയാണ്. ശരിക്കും ഇത് ഇട്ടേച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്ക് വരുന്ന സാധനം നേരെ മേളിലാക്കി ഇട്ടേച്ചത്. അതിപ്പോൾ ഈ ട്രെയിനിങ് പിള്ളേരാരെങ്കിലും കിട്ടുമായിരിക്കും. ബ്രേക്ക് പാഡൊക്കെ നല്ലതാണ് ഇട്ടേക്കണം. പക്ഷേ ഈ ലോക്ക് നേരെ മേളിലായിരുന്നു ഇട്ടേച്ചത്. ഇപ്പോൾ ഞാൻ അപ്പുറ സൈഡ് ചേർത്ത് ഇപ്പുറത്ത് വിട്ട് ഈ സൈഡ് ചേർത്ത് അപ്പുറത്തേക്ക് വിടണം. ശരിക്കും ഇത് വരേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഇനി താഴത്തേക്കാണ് ഇത് വരേണ്ടത്. ഇതായിരുന്നു നമ്മുടെ ക്ലച്ചിൻ്റെ അവസ്ഥ. ഇതായിരുന്നു ക്ലച്ച് മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. അതാണ് വണ്ടി വലിക്കാൻ കേട്ടോ. റിബേറ്റൊക്കെ വരുന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ കാലെടുത്താലും വണ്ടി മൂവ് ആവുള്ളായിരുന്നു. ഈ ക്ലച്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ് വണ്ടിക്ക് വലിവില്ലായിരുന്നത്.